ഓരോ വർഷം ലീവിന് വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളായിക്കൊണ്ടിരിക്കും. അവസാനം ഞാൻ നോക്കണ്ടേ, ഒന്നുകൂടെ വേണം ഇപ്പം വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. പിന്നെ അതിൽ എനിക്ക് പറയാൻ മോളെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സാലിഹ ഷാജഹാൻ ഇവരെ കുറിച്ചിട്ട് ഒട്ടുമിക്ക ആളുകൾക്കും അറിയായിരിക്കും. നല്ല വ്ളോഗ്സും അതുപോലെ നല്ല നല്ല ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഇവിടെ എൻ്റെ മക്കളാണെങ്കിലും ഇവരുടെ ഒട്ടുമിക്ക ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ അടുത്തിടെ ഇവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലിവർ പറഞ്ഞ കുറച്ച് വാക്കുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ട് പോയി. അവർ ഇൻ്റർവ്യൂവിൽ കൊടുത്ത കാര്യങ്ങളിൽ അത് ഷോർട്സ് ആയിട്ട് അവർ പറഞ്ഞ ആ ഒരു വാക്കുകൾ മാത്രം കുറച്ച് എടുത്ത് ഷോർട്സ് ആക്കി ഇട്ടിട്ട് വേറെ ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് വന്നു, നെഗറ്റീവ് കമൻറ്റ്സ് വന്നു. പിന്നെ ഒരു കാര്യം, നമ്മൾ എല്ലാ നെഗറ്റീവ്സും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം തന്നെ നെഗറ്റീവായി മാറും. എല്ലാ നെഗറ്റീവ്സും എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെന്നും പറഞ്ഞിട്ടൊന്നും നമ്മൾ ജീവിക്കാൻ പറ്റില്ല. നമ്മളെ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും ഒരു വളർച്ച കണ്ടാലോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ഇതാവണമെന്ന് കണ്ടാലും ഇഷ്ടപ്പെടാത്തവർ പലരും ഉണ്ടാകും. അത് ഫാമിലിയിൽ നിന്നായാലും ശരി, ഇപ്പോൾ യൂട്യൂബിലായാലും ശരി, എന്താ പറയുക, സോഷ്യൽ മീഡിയ ആയാലും ശരി. സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ പോസിറ്റീവിനെക്കാളും അധികം നെഗറ്റീവ്സ് ആയിരിക്കും നമുക്ക് കേൾക്കേണ്ടി വരിക. അപ്പോൾ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നമ്മുടെ കൂടെ നിന്നവർ തന്നെ ചതിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇതായിട്ടും നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്നവർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ പുറത്തുള്ളവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഒരു കാര്യം വെച്ച് അത് വെച്ച് തൂങ്ങുന്ന ആളുകളാണ് നമ്മുടെ ഫാമിലിയിലുള്ളവർ. അത് എന്തുകൊണ്ടാണ്, അതെന്താണ് അവരുടെ സാഹചര്യമോ അവരനുഭവിക്കുന്ന ആ ഒരു ഇതൊന്നും മനസ്സിലാക്കില്ല. നമ്മളെന്തെങ്കിലും ഒന്ന് കാണിക്കുക, നമ്മളെന്തെങ്കിലും ഒന്ന് ഇതാവ് ചെയ്ത് അത് മാത്രം ഹൈലൈറ്റ് ആക്കി വെച്ചിട്ട് അത് നമ്മളെ തക്കം പാർത്തിരുന്ന് നമ്മളെ നമ്മുടെ അടുത്ത് കിട്ടിയ അവസരം അവർ മുതലാക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ എന്തായാലും ഇവർ കൊടുത്ത ഇൻ്റർവ്യൂ ആണ് ഒരു പ്രശ്നമായിരിക്കുന്നത്. നമ്മളെ പിന്നെ ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിലൊന്നും നേടാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. അപ്പോൾ എനിക്കതൊക്കെ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ ഉറക്കം വന്നില്ല. ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെ ആയിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അതെന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത ചേട്ടൻ്റെ മനസ്സിലിപ്പോൾ ഈ വീഡിയോ ഓടണമെന്നാണല്ലോ. എല്ലാവരും അങ്ങനെയാണ്, ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇത്രയും ദൂരം അവർ കാറ് പെട്രോൾ അടിച്ച് വന്നു, ഇത്രയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും വീഡിയോ ഓടണം, റീച്ച് ആവണം. ആ ഷോർട്ടിലൂടെ വ്ളോഗ്, ഈ ലോങ് വീഡിയോ കയറി കാണണമെന്നാണല്ലോ അവരും ചിന്തിക്കുന്നത്. അപ്പം അത് അവർ ചിന്തിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തും കിട്ടും. ഇവർ പറയണത് ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് അവർ എടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടു. അതിലാണ് ഇവർക്ക് നെഗറ്റീവ്സ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവർക്കും റീച്ച്, നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കണേ നമുക്കും റീച്ച്. അത് ഉദ്ദേശിച്ചിട്ട് അവർക്കും കാശ് നമുക്കും കാശ്, അത് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അല്ലാതെ നമ്മളുടെ മാത്രം ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മാത്രം ബെനിഫിറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്കും ഇത് വേണം, അവർക്കും ഇത് വേണം. ഒട്ടുമിക്ക ആളുകളും അപ്പോൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ യൂട്യൂബേഴ്സിനൊന്നും അറിയത്ത് പോലും ഇല്ലായിരിക്കും. ചിലപ്പോൾ ആ ഇൻ്റർവ്യൂയിലൂടെ ആയിരിക്കും ഇവരെ കാണുന്നതും ഇവരുടെ വീഡിയോസിലോട്ട് പോകുന്നതും. അപ്പോൾ എല്ലാവർക്കും റീച്ചാണ് മുഖ്യം. അപ്പോൾ അങ്ങനെ കൊടുത്ത ആ ഒരു ഇതിൽ വന്ന ഒരു മിസ്റ്റേക്കാണ്. ഇവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ആ ചെറിയ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് അവർ ഹൈലൈറ്റ് ആക്കിയിട്ടിട്ട് അപ്പോൾ എന്താണ് അവരുദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഇടുമ്പോൾ അവർ ലോങ് വീഡിയോസിലോട്ട് പോകില്ല. ആളുകൾ ഷോർട്ട് കണ്ടിട്ട് ലോങ്ങിലോട്ട് പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തത്. അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇത് ചെയ്തത്. പക്ഷെ അത് ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ആയി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കി ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. 10, 15, 20 മിനിറ്റുള്ള വ്ളോഗുകളൊക്കെ കുത്തിയിരുന്ന് കാണുന്നത് നമ്മളുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. അല്ലാത്തവരൊക്കെ ഷോർട്സ് കണ്ട് സ്കിപ്പ് അടിച്ച് പോത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വ്ളോഗ് കാണുന്നവർക്ക് നമ്മുടെ A to Z കാര്യങ്ങൾ മിക്കതും അറിയാവുന്നതാണ്. നമ്മളൊരു ബർത്ത്ഡേ വന്നാലോ വെഡിങ് ആനിവേഴ്സറി വന്നാലൊക്കെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു നെഗറ്റീവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വേറെ ഒരു സൈഡിൽ നിന്ന് വന്നുള്ള ഒരു പ്രശ്നമാണ്. അത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മുത്തുമണീസ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇൻ്റർവ്യൂ നടന്നു, ഒരു 10-24 മിനിറ്റോളം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വേറൊരു ഗെയിമിൻ്റെ ഒരു പാർട്ടൂടെ വരാനുണ്ട്. അപ്പോൾ വീഡിയോ നല്ല രീതിയിലാണ്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അണ്ണനും ഒക്കെ നല്ലൊരു പോലെ സംസാരിച്ചിരുന്നു. നമ്മളെങ്ങനെയാണോ അതേ രീതിയിൽ തമാശയായാലും കാര്യമായാലും മനസ്സിലൊന്നും വയ്ക്കാതെ പറഞ്ഞു.
അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത സമയത്ത് ഫുൾ വീഡിയോയിൽ കുഴപ്പമില്ല, ഈ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ അവരുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു, അത് സാധാരണ സംസാരിക്കുന്നതാണ്. പിന്നെ അല്ലാതെ അവരുടെ ചാനലിൽ ഇട്ടതിലൊക്കെ ഭയങ്കരമായ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് കയറി വരുന്നുണ്ട്. ഈ കാണുന്നവർക്ക് പലർക്കും നമ്മളെ അറിയത്തില്ല, നമ്മുടെ വ്ലോഗൊന്നും കാണാത്തവരായിരിക്കാം, ഈ ജസ്റ്റ് ഷോർട്ട് കാണാൻ അവർ പറഞ്ഞത് ആ ഒരു ഇതിനാണ് ഇത്രയും ഇത് വന്നതെന്നാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്ര നല്ല വീഡിയോസ് ആണെങ്കിലും എത്ര നല്ല കാര്യങ്ങൾ ഇട്ടാലും അത് ഇഷ്ടപ്പെടാത്ത കുറേ ഞരമ്പ് രോഗികളുണ്ടാകും. അതുപോലെ തന്നെ പല നെഗറ്റീവ്സ് നമുക്ക് വരും. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ്സ് പിന്നെ എനിക്ക് പറയാനൊരു കാര്യം, ആരെങ്കിലും ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ള അവർക്ക് പോസിറ്റീവ് കമൻസ് മാത്രം വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ. ആരും ഉണ്ടാവില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, എനിക്കും ഒരുപാട് നെഗറ്റീവ്സ് കമൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വ്ളോഗായിട്ട് ഇടുകയാണെങ്കിൽ അവർ നേരായിട്ട് രീതിയിലായിരിക്കും ഇടുന്നത്, പക്ഷെ അതിലെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അതിലൊരു നെഗറ്റീവ് ഇടും. അപ്പോൾ അത് അവരുടെ ഒരു പോളിസിയാണ്. അപ്പോൾ അതിന് നമ്മൾ തടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് പോസിറ്റീവ് മാത്രമേ വരാവുള്ളൂ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളുടെ ചിന്താഗതി ആയിരിക്കില്ല നമ്മളുടെ വീഡിയോസ് കാണുന്ന ആളുകളുടെ ചിന്താഗതി. അപ്പോൾ നെഗറ്റീവ്സ് ഓർത്തിട്ട് നമ്മൾ വിഷമിക്കാനും സങ്കടപ്പെടാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ വന്നിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കിയാൽ ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിനെ പറ്റി മൂന്നാമതൊരു കുഞ്ഞ് വേണോ എന്ന ആഗ്രഹം ഉണ്ടോ എന്ന് ഈ ആങ്കർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, എപ്പോഴും ഇതുപോലെ പറഞ്ഞ് കളിയാക്കുവാണ്. ഞങ്ങളുടെ ഒരു ബന്ധു ഒരു അനിയത്തിയുണ്ട്, അനിയത്തി. അപ്പൊ ഇവരെ അടുപ്പിച്ചടുപ്പിച്ച് വലിയ വ്യത്യാസമില്ലല്ലേ, ട്വിങ്സ് പോലെ ആയിപ്പോയി. അപ്പൊ അണ്ണ ഇനി കൂടുതൽ നാൾ ഇവിടെ നിൽക്കായിരിക്കുന്നില്ല, അണ്ണ പൊക്കോ. എന്നിട്ട് നമ്മള് സിസേറിയനായിരുന്നു രണ്ടപ്പോ നിർത്തിയപ്പം അവള് പറയും നിർത്തിയില്ലെങ്കിൽ ഓരോ വർഷം ലീവിന് വരുമ്പോ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ആയിക്കൊണ്ടിരിക്കും. അവസാനം ഞാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഭയങ്കര എന്താണ് വിവാദമായിരിക്കുന്നത്. ഈ ഒരു ഷോർട്ട് അതിലെ ആ ഒരു ഭാഗം മാത്രം ഷോർട്ടായിട്ട് എടുത്തിട്ട് അതാണ് അവർ ഇട്ടത്. അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ്സാണ് വന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആളുകൾ ആ ഒരു ഭാഗം മാത്രം കാണുമ്പോൾ അതിൽ നെഗറ്റീവാണ്. അപ്പോൾ ഈ പറയുന്ന നമുക്കാണെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റ് ആ ഒരു ഷോർട്ട് കാണുന്ന സമയത്ത് എല്ലാവർക്കും അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ആ ഒരു ഇതാണ് വർഷം കുഞ്ഞുങ്ങളുണ്ടാകും. അതപ്പോൾ ആളുകളത് ആ ഒരു സെൻസിലാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. ആരും ന്യായീകരിക്കില്ല. നെഗറ്റീവ്സ് ഇടുന്നവരെയോ ഈ വീഡിയോ ചെയ്തവരെയോ ഇവരെയൊന്നും ഞാൻ ന്യായീകരിക്കില്ല. പക്ഷേ അത് അങ്ങനത്തെ ആ ഒരു ടോപ്പിക്കാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലേ അത് വരുള്ളൂ. വർഷം കുഞ്ഞുങ്ങളുണ്ടാവോ, ഇതായിട്ടില്ലെങ്കിൽ വർഷം കുഞ്ഞുങ്ങളുണ്ടാവും, അങ്ങനെ എന്നുള്ള പറയുമ്പോൾ ആ ഒരു ടോപ്പിക്ക് മാത്രമാകുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് വിവാദം ആകുകയാണ് ചെയ്തത്. അതിൽ വളരെയധികം നെഗറ്റീവ്സ് കമൻസ് അവർക്ക് നേരിടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവരെക്കുറിച്ച് ഇവരുടെ വ്ളോഗ് കാണുന്നവർക്കും ഇവരുടെ A to Z കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് ഇവരെക്കുറിച്ച് അറിയാം. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് അത് അറിയണമെന്നില്ല. അവരാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് ഇടുന്നത്. അപ്പോൾ ഇത് ഒരുപാട് അവർക്ക് ഇതായിട്ട് മാറി ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അവർ പല ഷോർട്സുകൾ ഇട്ടെങ്കിലും പക്ഷേ ഈ ഒരു ഇതിന് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ആളുകൾ കേൾക്കാനും കാണാനും കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം ആളുകൾക്ക് ഒരുപാട് നെഗറ്റീവായി, അത് ഒരുപാട് ഭയങ്കരമായിട്ട് കയറിപ്പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ അതിലില്ല തോന്നുന്നു, ഡിലീറ്റ് ആക്കുക എന്താ ചെയ്തു എന്നാണ് തോന്നുന്നത്. ആ ഒരു ഷോർട്ട് വീഡിയോ അത് ഭയങ്കര നെഗറ്റീവാണ് അവർക്ക് വന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ നോക്കേണ്ട വരും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം നമുക്ക് ഫാമിലിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും ഒരു കണക്ഷൻ കാണുമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വയ്യായ്മ വന്നാലോ അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ വന്നാലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഒരു ദിവസം മുമ്പേയൊക്കെ പോകുന്ന പോലെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 15 ദിവസമായപ്പോൾ, നിങ്ങൾക്കറിയാലോ കല്യാണം കഴിഞ്ഞ് കടവും ഇതൊക്കെ ആയി. അപ്പോൾ അത്ത ഒരുപാട് നാളെ നിന്നില്ല. 15 ദിവസമായപ്പോഴത്തേക്ക് എൻ്റെ അത്ത സൗദിയിൽ തിരിച്ച് പ്രവാസിയായി പോയി. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി ഒരു 4 മാസമായപ്പോൾ അണ്ണനും തിരിച്ചു പോയി. അപ്പോൾ ഡെലിവറി സമയത്ത് ഞാനും എൻ്റെ അമ്മായും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അമ്മ എന്തിനെല്ലാം ഓടണം, ബില്ലടയ്ക്കാൻ ഓടണം, മരുന്ന് വാങ്ങാൻ ഓടണം, അങ്ങനെ
അത്യാവശ്യം എല്ലാ കാര്യത്തിനും ഒരു അമ്മ ഓടണം, നമ്മളെ വേത് കുളിപ്പിക്കണം, കുഞ്ഞിനെ നോക്കണം, ആദ്യം ഡെലിവറി ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ മോളാണ് ഈ സാച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. തീരെ കൊച്ചല്ല, ഇപ്പം കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരത്തി വന്ന് നിന്ന് നോക്കി, മോനുക്കുട്ടൻ്റെ ഡെലിവറിയിൽ പൊന്നൂസ് കുഞ്ഞാണല്ലോ, 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയ സമയം. അപ്പം ആ സമയം പൊന്നൂസിനെ നോക്കിയതും സാച്ചിയാണ്. അപ്പം ഞാൻ അണ്ണൻ വീഡിയോ കോളൊക്കെ വിളിക്കുന്ന സമയത്ത് സാച്ചിയെ കാണിക്കുമ്പോൾ സാച്ചി പറയും, നിങ്ങൾക്ക് അങ്ങനെ അവിടെ ഇരുന്ന് അങ്ങ് സൂചിച്ചാൽ മതിയില്ലേ, ഞാനല്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ കസിൻസിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കലില്ലേ. അപ്പോൾ ആ ഒരു ടോക്കാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോയത്. ആ പറഞ്ഞ ആ ഒരു വാക്കാണ് കസിൻസിൻ്റെ ഇടയിൽ സംസാരിച്ച ആ ഒരു വാക്ക് എന്ന് പറയുന്നുണ്ട്. അതാണ് പോയിന്റ്. എന്താ ചോദിച്ചാൽ അങ്ങനെയുള്ള വാക്കുകൾ, കസിൻസിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന വാക്കുകൾ, നമ്മൾ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അതിൽ വന്നിട്ട് പറയുന്ന സമയത്ത് ആളുകൾ അത് നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര നെഗറ്റീവായിരിക്കും പുറത്തോട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ നമ്മുടെ ഉള്ളെടുക്കാൻ വേണ്ടി പല രീതിയിലും അവർ ഇത് ഇങ്ങനെ ഇത് ചെയ്യും. നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ പിന്നെ നമുക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ അറിയാതെ, നമ്മൾ തന്നെ ചിന്തിക്കാതെ, നമുക്ക് ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ല, അത് സാധാരണ നമ്മൾ സംസാരിച്ച മാറ്ററല്ലെന്ന് പറഞ്ഞിട്ട് നമ്മളത് ഇൻ്റർവ്യൂ കൊടുക്കും. അതിലപ്പോൾ എന്താവും, അത് ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് അത് വേറൊരു ടോണിലായിരിക്കും അവർക്ക് അത് മനസ്സിലാകുന്നത്. അവരപ്പോൾ അതിന് പൊങ്കാലി ഇടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പരസ്പരം സംസാരിച്ച കാര്യങ്ങൾ, നമ്മൾ എന്താ പറയുക, നമ്മൾ പേഴ്സണലി സംസാരിച്ച കാര്യങ്ങളോ, നമ്മൾ റിലേറ്റീവ്സ് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് വന്ന സമയത്ത് നമുക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് നാണക്കേട് അനുഭവിക്കേണ്ടി വന്നില്ല. അപ്പോൾ കസിനുമായിട്ട് സംസാരിച്ച ആ ഒരു വാക്കാണ് ഇവർക്ക് ഇത്രത്തോളം നാണക്കേടായതെന്നാണ് ഇവർ പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക. നമ്മൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. എന്താ ചോദിച്ചാൽ അവർ അത്യാവശ്യം നല്ല റീച്ചുള്ള ഇതായിരിക്കും. നമ്മൾ പല രീതിയിലുള്ള തമ്പനയിലൊക്കെ ഇട്ടിട്ടായിരിക്കും അവർ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അത് കാണും. അത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമേജസ് എടുക്കും. ഇപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യം എടുത്തിട്ടതിലാണ് ഇത്രയും വലിയ പ്രശ്നമായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഞാൻ നോക്കണം എന്നുള്ള അവിടം തൊട്ടാണ് വന്നത്. എൻ്റെ പൊന്നേ, എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത്. കമൻസുകൾ വായിക്കുന്നില്ല, കാരണം അത് വായിക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് പറയുന്നുണ്ട്. അത് എനിക്ക് വായിക്കാൻ ഇപ്പോൾ ഇതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം അവർക്കത് തോന്നിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള നെഗറ്റീവ്സാണ് അവർക്ക് ഒരുപാട് വന്നിരിക്കുന്നത്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. കാരണം എന്താ പോലെ പുതിയൊരാൾ വന്ന അതായിരിക്കുമല്ലോ, ഇവൻ എന്റെ കൂടെ കിടക്കണം, എന്റെ കയ്യിലാ കിടക്കണേ, അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ മാറിപ്പോവും എന്നുള്ളൊരു ചിന്തയായി കൊച്ചു പ്രായത്തിലെ. അതുകൊണ്ട് നമ്മൾ വേറെ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴേ ഇവിടെ കിടന്ന് നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. പിന്നെ അതിൽ എനിക്ക് പറയാൻ, മോളെ പിറ്റേ മാസം പ്രഗ്നൻ്റ് ആയി എന്ന് പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല. കാരണം ഞാനൊരു നഴ്സായിരുന്നു, ഇപ്പം അല്ല, വർക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ എത്രയോ സിസേറിയനും എത്രയോ ഡെലിവറിയും എത്രയോ അബോർഷൻസും കണ്ട് ഏതെങ്കിലും നേഴ്സുമാർ വന്ന് കമൻറ്റ് ഇടുക, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അയ്യേ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം കണ്ട് നമ്മളിപ്പം വക്കീലിനോട് പറയും, ചെറിയൊരു നിസ്സാര കേസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഡോക്ടറിനോട് ഒരു പനിയാകുമ്പോഴോ പോകുമ്പോൾ നമ്മുടെ അമ്മമാർ അവരൊക്കെ കണ്ട് തഴമ്പിച്ച് കിടക്കുവാണ്, പോലീസിനെ ആയാലൊക്കെ പറയും. അപ്പം അതുപോലെ നമ്മൾ കണ്ട് തഴമ്പിച്ചുകൊണ്ടും എനിക്കത് പറയാനൊരു മടിയോ ഒരു നാണക്കേടോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത് പിറ്റേ മാസം പ്രഗ്നൻ്റ് ആയി എന്നത്. അപ്പം അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന പ്രശ്നം. ഒരു ആൻറ്റി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഈ പണ്ടുള്ള ആൾക്കാർ പറയുമല്ലോ, 2 മലകൾ തമ്മിൽ ചേർന്നാലും ചേരില്ല എന്ന്. അപ്പോൾ പെണ്ണ് തന്നെയാണ് എപ്പോഴും ശത്രു. അപ്പോൾ എന്നെ ജസ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ഞാനുമായിട്ടൊരു ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, സംസാരിച്ചില്ല, പക്ഷെ എന്നെ ഇഷ്ടമല്ലായിരിക്കാം. അപ്പം ജസ്റ്റ് നമുക്ക് വീഡിയോയിലൊക്കെ വന്ന് ബാഡ് കമൻറ്റ് ഇടുമ്പോൾ ഞാനൊരു ചെറു പുഞ്ചിരിയോടെ കളയുന്നത്. ഞാൻ ഒരിക്കലും ബ്ലോക്ക് ചെയ്തിടാറില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചാനലിൽ വന്ന് എന്തെങ്കിലും എഴുതി വെക്കുമ്പോൾ ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞാലോ എന്ന് കരുതിയാലും ഈ ഇൻ്റർവ്യൂവിനകത്ത് പോയി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും പ്രശ്നമൊക്കെ കണ്ടപ്പോൾ ഇനി സത്യം പറഞ്ഞാൽ സങ്കടമായി. സാധാരണ എന്തെങ്കിലും എഴുതി വെച്ചാൽ പോട്ടെ, ഇത് ഭയങ്കര തന്തയില്ലായ്മ എന്ന് തന്നെ പറയണം.
അപ്പോൾ ഇവർക്ക് ഭയങ്കരതായിട്ടുള്ളൊരു കമൻറ്റ് വന്നു എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ മറ്റേ അക്കിയുണ്ടല്ലോ, റാണി അക്കിയുണ്ടല്ലോ, എല്ലാവർക്കും സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണെന്ന് വിചാരിച്ചു. പക്ഷേ അവരെല്ലാം ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്, അവരെല്ലാം എന്തായാലും. അപ്പോൾ ഇവരെന്തോ പ്രേമിച്ചെന്തോണ് കല്യാണം കഴിച്ചത്, ഇവരുടെ അടുത്ത് തൊട്ട വീട് തന്നെയാണ്, എന്താണ് ഇവരുടെ ഹസ്ബൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ അതിലൊരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ മാസം തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയുന്ന സമയത്ത് ഇവരുടെ അടുത്താണ് വീട് എന്നും പറയുന്നു. അപ്പോൾ കല്യാണത്തിന് മുന്നേ ഇവർ പ്രഗ്നൻ്റ് ആയിരുന്നോ? അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ആളുകൾ ചോദിക്കുന്നത്. നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകൾ ആളുകളത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ വന്നുള്ള മിസ്റ്റേക്കുകളാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിട്ട് വരും. പിന്നെ നമ്മൾ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് എല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ട് തന്നെ വരണം. അല്ലാതെ അവർ നെഗറ്റീവ്സ് പറയും, ഇവർ നെഗറ്റീവ്സ് പറയും. നെഗറ്റീവ്സിൻ്റെ പുറകെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊന്നും എവിടെ എത്താൻ പറ്റില്ല. നമ്മളെ നെഗറ്റീവ്സിനെ കാറ്റിൽ പറത്തി നമ്മളായിട്ട് തന്നെ നിന്ന് മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും നല്ലൊരു ഇത്. എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഫാമിലിയിൽ നിന്നായിരിക്കും നമുക്ക് പല പ്രശ്നങ്ങളും വരും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കിലുള്ളവർ പറയാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പറയുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു അവസരത്തിൽ. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ കണ്ടിട്ട് കരഞ്ഞിട്ടോ മൂങ്ങിയിട്ടോ ഒന്നും കാര്യമില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരി പറഞ്ഞ ചില വാക്കുകളൊക്കെ ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇവൻ്റെ പിള്ളേരൊക്കെ കാണുന്നതാണ് ഇവൻ്റെ ഷോർട്ടും വീഡിയോസുകളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.